എന്തിനായിരുന്നു ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി പാടടിയാണോ എന്നാന്നറിയില്ല. അപ്പൊ എന്റെ കയ്യിലൊരു ബാലഗോപാലനില്ല, ബാലഗോപാലിയാണുള്ളത് കേട്ടോ. എന്റെ കയ്യിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങളില്ലേ, ഞാനിതാ ഇവിടെ വന്നിട്ടേ ഉള്ള കേട്ടോ, ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇയാൾക്ക് കുറച്ച് പ്രയോജനപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് വന്നേക്കണത്. അത് ഇയാളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടാ, അല്ലേ അമ്മു? അപ്പൊ അമ്മ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു കുഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്? വെന്ത വെളിച്ചെണ്ണ തന്നെയാണ് അല്ലേ? അമ്മ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാല് കുഞ്ഞിക്ക് ഉപയോഗിക്കുന്ന ഓയിൽ അല്ലേ? അപ്പൊ അതാണ് ഞാൻ ബേബി ഓയിൽ, ഞാൻ അത് മെയിനായിട്ട് പറയാനാണ് വന്നത്. പിന്നെ ഇത് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനത് പറയാന്ന് വെച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ എന്നറിയപ്പെടും. ഇത് നമ്മളെ ബേബി ഓയിലാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ അല്ലെ, ആ കുഞ്ഞുങ്ങൾക്ക് മുതൽ നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഓയിലാട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവർക്കും നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു സ്കിൻ കെയറും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അകത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അകത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അത് യാതൊരുവിധ കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഒരു എടുത്തു പറയേണ്ട സംഭവം. കടലാസ് ദീപമേ, കടലാസെല്ലാം പറിച്ചെടുത്ത് അതിനകത്തുള്ളത് എടുത്ത് കള. എന്ത് സാധനമില്ലേ കിട്ടിയാലേ അപ്പ വായിലോട്ട് ഇടലാം. ബലം പിടിച്ചുണ്ടോ അതിന് വേണ്ടിട്ട്? കടലാസിന് വേണ്ടി ഇത്ര നേരം കുഞ്ഞെന്തിനാ ഇത്രയും നേരം കഷ്ടപ്പെട്ടെന്നറിയോ? ആ കടലാസ് മാത്രമാണ് വിചാരിച്ചിട്ടാണ്. അതാണെങ്കിൽ അവളെടുത്ത് കളയുകയും ചെയ്തു. ഇത് എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമാവക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഞാനത് നമ്മളെ അമ്മൂസിന് തന്നെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? കെമിക്കൽസ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, കെമിക്കലും കാര്യമൊന്നുമില്ല, കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഉപയോഗിക്കുന്ന അമ്മ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അവള് പറയുന്നുണ്ട്. ഞാനിതൊന്നും പറഞ്ഞിട്ട് വന്നില്ല, അവൾക്കത് ഉപയോഗിച്ചു. ഞാനിത് കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് അമ്മ പറഞ്ഞിട്ടാ ചേച്ചി ഞാൻ ഇത് തന്നെയാണ് വാവക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ കുഞ്ഞിക്കല്ലേ ഇത് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം അല്ലെ, 6 മാസമാണ് ശരിക്കും ഈ ഓയില് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ? കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേഗം കാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു 6 മാസമാണ് അവർ മാക്സിമം നമ്മളോട് പറയുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരുപാട് ഇരിക്കും. അതുകൊണ്ട് നമ്മളെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. അത്രയും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ധൈര്യത്തോടു കൂടി നമ്മൾ എന്തായാലും വന്ന് പറയൂല. നമ്മളെ മക്കൾക്കായതുകൊണ്ട് നമ്മൾ ഒരു കലർപ്പും ഇല്ലാണ്ടാണ് നമ്മൾ പറയുന്നത്. തനൂന് ഇത് വെളിച്ചെണ്ണ കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ, തനൂന് കുപ്പി മാത്രം മതി, കളർഫുൾ കുപ്പി. അപ്പം ഇത് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടാ, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ ഒരു വിഷയം നിങ്ങളടുത്തോട്ട് എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെ, കുളിപ്പിക്കണതും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വാവ നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ കുളിച്ചു പോയി. അപ്പം ഇന്ന് ചെറിയൊരു ചൂടും ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആ നമ്പറിലേക്ക് അവരെ വിളിച്ചാൽ മതി, ഓൾ ഡെലിവറി ഉണ്ട്. അപ്പം എന്തായാലും ഇനി തനു ഇത് എണ്ണയൊക്കെ ഇട്ടിട്ട് ബാലഗോപാലൻ എണ്ണ തേപ്പിച്ച് കുളിക്കുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളല്ലേ തനു? ടാറ്റ മഞ്ഞാറ്റേ തനു, ടാറ്റ മഞ്ഞാലോ? ടാറ്റ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പം അമ്മ തന്നെ ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ, അതിൻ്റെ കൈ ഒഴിവില്ല. ടാറ്റ.